ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ടുള്ള കാര്യങ്ങളില്ല, ഒരു 11 മണി ആ ഒരു സമയം തൊട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതാണ്ട് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതാണ് നമ്മൾ താണ്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറമ്പിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ രാവിലെ 5 മണി ആയപ്പോൾ തന്നെ എന്നിട്ട് റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലെടുക്കേണ്ട സമയമായി. അപ്പോൾ ഏട്ടൻ കുറേ പാലൊക്കെ ഏട്ടൻ എടുക്കും, തന്നെ എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാനും കൂടെ കൂടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്ട് ഈ കയറ്റം കയറി വേണം നമ്മൾ പാലെടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പൂവും പൂക്കളെയും കാടും കാട്ടുജീവികളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോണേ. ഇത് നമ്മുടെ ഇവിടെ പൂച്ചപ്പഴം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് പഴുക്കുമ്പോൾ നമുക്ക് കഴിക്കാം. നിങ്ങളുടെ നാട്ടിൽ ഇത് കഴിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ട് നമ്മളിവിടെ കഴിക്കും, നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര റയർ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. കാരണം ഈ കാട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും എല്ലാം വിഷമൊക്കെ അടിച്ച് കളയുന്നതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ പിന്നെ വേറെ ആരും വരുന്നുമില്ല. അപ്പോൾ ഇത് പഴുക്കുമ്പോൾ നമുക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ കയറി വരുന്നത്. നല്ലൊരു ഹൈറ്റിലുള്ള സ്ഥലമാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ മരങ്ങളുടെ മേൽഭാഗങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, മലകളൊക്കെ ആയിട്ട്. അപ്പോൾ തന്നെ മനസ്സിലാകും ഇത് എന്തോരം ഹൈറ്റിലുള്ളൊരു സ്ഥലമാണെന്ന്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഫോണിൽ കൂടെ കാണിക്കുന്ന കാഴ്ചകളിൽ അപ്പുറം കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പിന്നെ ദാണ്ട് ഇവിടെ ഒരു കുഞ്ഞു കുളമുണ്ട്, ആരോ കുത്തിക്കുളമാക്കിയൊരു കുളമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അപ്പുറമായിട്ടാണ് നമ്മൾ റബ്ബർ വെട്ടുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ റബ്ബർ വെട്ടുന്ന സ്ഥലം. അപ്പോൾ ഇപ്പോൾ റബ്ബർ വെട്ടുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇത് കണ്ടോ, അപ്പിടി പുഴുവാണ് കേട്ടോ. വെച്ചാൽ ഈ ഒരു ടൈപ്പ് പുഴു കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു. ഈ ഒരു പുഴുവാണ് റബ്ബറിലൊക്കെ അപ്പിടി. ചില റബ്ബറിൽ ഇങ്ങനെ ഇരിക്കും, ഇത്രയൊക്കെ ആയിട്ട് ചില റബ്ബറിൽ ഓരോന്നൊക്കെ ഇല്ല, റബ്ബറിലൊന്നും കാണില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പാലെടുക്കുമ്പോഴാണെങ്കിൽ 8 കാലിയും അങ്ങനെ പല പല സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദാണ്ടേ പാലെടുത്തതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു കുഞ്ഞു കൂണ് കിട്ടി. ഈ കുഞ്ഞു കൂണ് വേണ്ടി നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അത് നിന്ന് കഴിയുമ്പോൾ നമുക്ക് അതിന് നിർത്തിയിട്ട് പോരാൻ തോന്നില്ല, അത് പറിച്ചെടുക്കാൻ തോന്നില്ല. അങ്ങനെ പറിച്ചെടുത്തൊരു കൂടാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് കളയാനേ പറ്റുള്ളൂ, കാരണം ഇതുകൊണ്ട് ഇപ്പോൾ എന്തുണ്ടാക്കാനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ തിരിച്ചിറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വഴി കൂടെ ഇറങ്ങുമ്പോൾ തന്നെ പാടാണ്, അപ്പോൾ കയറുമ്പോൾ അതിലും പാടായിരിക്കും. പിന്നെ നമ്മൾ പാലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് താഴെ വന്നിട്ട് ഉറയൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ പാലും വെള്ളവും ആസിഡും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഉറയൊഴിച്ചിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞാണ് കേട്ടോ വന്നിട്ട് അടിക്കണത്. ചിലപ്പോൾ ഞാനും അടിക്കാൻ വരും, ചിലപ്പോൾ ഏട്ടൻ തന്നെ അടിക്കും. ഏട്ടനപ്പോൾ ഓട്ടോറിക്ഷയും കൂടി ഓടിക്കുന്നുണ്ട്. ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഏട്ടൻ എന്നെയും കൂടെ വിളിക്കും വേഗം അടിച്ചിട്ട് ഏട്ടൻ ഓട്ടം പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഏട്ടൻ തന്നെ വന്ന് അടിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ഏട്ടനിങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കലും പിന്നെ അല്ലാണ്ട് പണിയും പിന്നെ റബ്ബർ വെട്ടും റബ്ബർ പാലെടുക്കലും എല്ലാം ചെയ്യും കേട്ടോ. അങ്ങനെ ആൾക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മടിയില്ല. നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തും ത്യജിക്കുന്നവരാണല്ലോ നമ്മുടെ അപ്പനും കെട്ടിയവനും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലൈഫ് ഫുള്ളായിട്ട് ഞാൻ അനുഭവിച്ച് പോകുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ അപ്പനാണെങ്കിലും കെട്ടിയനാണെങ്കിലും എൻ്റെ അമ്മായിപ്പനാണെങ്കിൽ പോലും മക്കളെയും ഫാമിലി ഫുള്ള് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റാണ് ഏട്ടനെന്ന്. കാരണം വേറൊരാളുടെ കൂടെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്ര ഹാപ്പി ആവില്ല എന്ന് ഏട്ടനോട് പറയും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഭാഗം വരുമ്പോൾ ഇത് നമ്മൾ കന്നര വെച്ചേക്കണയാണ് കേട്ടോ. അതെൻ്റെ അപ്പൻ്റെ പണിയാണ്. എൻ്റെ അപ്പനും നമ്മുടെ വേറെ റിലേറ്റീവും കൂടെ കൂടിയിട്ട് പാർട്ണർഷിപ്പായിട്ട് വെച്ചേക്കണയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴി പോകുമ്പോൾ എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തോ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പാലൊക്കെ എടുത്ത് ഉറയൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മളങ്ങനെ പോണ വഴിക്കാണെങ്കിൽ വീട്ടിലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന വഴി തന്നെയാണെങ്കിൽ അച്ചായിയൊക്കെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അച്ചായി നിറ്റേഴ്സ് ആണെങ്കിൽ കോലുമിഠായിയൊക്കെ ചപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ചായുടെ കയ്യിലായതുകൊണ്ട് അവൾക്ക് എൻ്റെ കയ്യിലോട്ടൊന്നും ചാടി വരാനൊന്നും തോന്നണില്ല. അപ്പോൾ നമ്മുടെ ചേട്ടനും അവിടെ ഉണ്ട് കേട്ടോ. അതായത് സുഞ്ചേട്ടൻ്റെ ചേട്ടനാണ്, അത് എൻ്റെ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാവരും പണിയാണ്, കനാലിൽ പണിയുള്ളതുകൊണ്ടാണ് അച്ചായി ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ ഞാൻ നിറ്റേഴ്സിനെ എടുത്തുകൊണ്ട് പോയിട്ട് കിടത്തി ഉറക്കി. ഞാനിപ്പോൾ ഈ മെറ്റീരിയൽ എടുത്ത് വെച്ചേക്കണം എന്താ വെച്ചാൽ അത് തയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ തയ്ക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും ഏട്ടൻ പറഞ്ഞു ഏട്ടൻ അട ഉണ്ടാക്കി തന്നെ. അപ്പോൾ അത് ശർക്കരയും തേങ്ങയൊക്കെയും കൂടി ഇട്ട് നമ്മൾ ആട്ടയും കൊണ്ട് അട ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതുണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കില്ല. അപ്പോൾ ഏട്ടൻ അപ്പോൾ അടുക്കളയിൽ വന്ന് കത്തി എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ എനിക്കിട്ടും ഒരു വീക്ക് വന്നിട്ട് പോയി വീട്ടിൽ എടുക്കുന്നത് ഏട്ടൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഈ തേങ്ങ ശർക്കര എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് വാരത്തിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒത്തിരി വാരത്തിന്നില്ല, കാരണം പിന്നെ ഞാൻ തന്നെ തേങ്ങ ചേർന്നാണ്ട് വരുമല്ലെന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ അട ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കൂടെ കട്ടനാണ് കേട്ടോ കഴിക്കണേ. കട്ടനാണ് ബെസ്റ്റ്. പാൽച്ചായ ഈ അടയുടെ കൂടെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടനും ഉണ്ടാക്കി ഞാനും ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പുറത്ത് പോയിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ തന്നെ പിന്നെ നിറ്റൂസ് എഴുന്നേറ്റു. അപ്പോൾ ഞാൻ അത് കഴിച്ചിട്ട് വേണം തയ്ക്കാൻ നോക്കണം. തയ്യൽ തുടങ്ങാൻ ഇരുന്നപ്പോഴത്തേനും നിറ്റൂസ് എഴുന്നേറ്റു. അപ്പോൾ ഏട്ടനാണെങ്കിൽ അവളെ ഇങ്ങനെ മടിയിൽ ഇരുത്തി ഉറക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഏട്ടൻ അങ്ങനെ അവളെ ഉറക്കാൻ നോക്കി, പക്ഷേ അവൾ ഉറങ്ങിയില്ല. പിന്നെ ഏട്ടൻ ഓട്ടം പോയപ്പോൾ ഞാൻ ജസ്റ്റും കൂടെ താഴത്തോട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ അവൾ എന്നെ കുസൃതി കാണിക്കണമാണ് ഈ കാണുന്നത്. എന്നെ അതുകൊണ്ട് ഇടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഉമ്മ തരലുണ്ട് കേട്ടോ. എപ്പോൾ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉമ്മ തരും, പിന്നെ ഉപദ്രവിക്കും, പിന്നെ ഉമ്മ തരും. ഇതിപ്പോൾ ശീലമായിട്ടുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് മമ്മിയുടെ കയ്യിൽ നിച്ചൂസിനൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ദാണ്ട് ഷീറ്റ് അടിക്കാൻ വേണ്ടി പോയി കേട്ടോ. ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ദാണ്ട് ഇത് 2 ഇട്ടിട്ട് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ പണി കുറവുണ്ട്, കറക്കൊന്നും വേണ്ട. പിന്നെ കറണ്ടൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് പണി കൂടുതലുള്ളൂ. അന്നേരം ഭയങ്കര പാടാണ്, കാരണം ഇത് കറക്കണൊക്കെ ആയിട്ട്. ഇപ്പോഴാണെങ്കിലും എനിക്കിത് അടിക്കാൻ നേരത്തെ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ചേട്ടൻ അടുപ്പിക്കൂല, കാരണം ഏട്ടൻ തന്നെ പേടിയായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ നമ്മുടെ കൈയൊക്കെ ഒന്ന് കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു തീരുമാനമാകുമല്ലോ. പക്ഷേ എനിക്കെന്തായാലും ഒന്ന് പഠിക്കണം എന്ന് ഓർത്തിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇപ്പം ഇതിനകത്ത് അടിക്കും കേട്ടോ. മറ്റേ വലിക്കണ സംഭവങ്ങളൊക്കെ ഏട്ടൻ തന്നെയാണ് ചെയ്യണത്. അല്ലാണ്ട് അച്ചു വരുത്തുന്ന സാധനം മാത്രമേ ഞാൻ അടിക്കുള്ളൂ, കാരണം അത് നല്ല എളുപ്പമാണല്ലോ. മറ്റേത് നല്ല പാടാണ്, കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കി വെക്കണമല്ലോ. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അത് പിന്നെ രാത്രിയായിപ്പോൾ ഏട്ടൻ ഓട്ടം പോയിട്ട് തിരിച്ച് വന്നപ്പോൾ പിന്നെ അപ്പം മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നല്ല ഇങ്ങനെ ഏട്ടനോട് വിളിച്ച് പറയട്ടെ, ചിട്ട എന്തെങ്കിലും തിന്നാൻ മേടിച്ചുകൊണ്ട് വന്നെന്ന് പറയും. അപ്പോൾ ഏട്ടൻ താണ്ട ഈ ഒരു സംഭവം, ഇതൊരു കേക്കാണ് കേട്ടോ, കേക്ക് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ താണ്ട ഞാൻ നെച്ചൂസും കൂടി ഇരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നെച്ചൂസിന് ഇതൊന്നും ഇഷ്ടമല്ല, ഇതൊക്കെ ഞാൻ തന്നെയാണ് തിന്നണേ കേട്ടോ. അപ്പോൾ അവൾ കടിക്കും എറിയും, ഇത് തന്നെയാണ് അവളുടെ പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ ആണെങ്കിൽ ഏട്ടനാണെങ്കിൽ പുറത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ നെച്ചൂസ് പോകണം എന്നും പറഞ്ഞിട്ട് തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് റൗണ്ട് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താണ്ട ഏട്ടൻ കൊണ്ടൊന്ന് കവർ നോക്കുമായിരുന്നു. ഈ വളരിക്കത്ത് മമ്മി താഴ്ത്തുനിന്ന് തന്നു വിട്ട പുളിയിലാണ് കേട്ടോ, പുളിയിൽ ചുട്ടത്. പിന്നെ താണ്ട് നമ്മൾ പാല് മേടിക്കുന്നുണ്ട്, പിന്നെ റസ്ക് ഉണ്ട്, പിന്നെ താണ്ട ഇത് മീനാണ് കേട്ടോ. മീൻ ചളമീൻ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് കേട്ടോ ചാള. അപ്പോൾ ചാളമീൻ ഇപ്പോൾ നമുക്ക് നന്നാക്കിയിട്ട് വറക്കണം. നന്നാക്കാട്ടെ മേടിച്ചതാണ്, സമയമില്ലായിരുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതെല്ലാം നന്നാക്കി വറക്കാനായിട്ട് അടപ്പത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ തന്നെ നെച്ചൂസിൻ്റെ ബഹളമായിട്ട് നെച്ചൂസിൻ്റെ അടുത്ത് പിടിച്ചേക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് നമ്മൾ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ നെച്ചൂസാണെങ്കിൽ നല്ല ഉറക്കമായി. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും എൻ്റെ തയ്യലിലോട്ട് വന്നേക്കുവാണ്. ഇന്ന് എന്താണെങ്കിലും തയ്ച്ച് തീർക്കാണ്ട് ഉറങ്ങില്ലാതെ ഞാൻ ദൃഢനിശ്ചയം രാവിലെ എടുത്തായിരുന്നു കേട്ടോ. കാരണം 2-3 ദിവസമായി ഞാനിത് വെട്ടി വെച്ചിട്ട്, അപ്പോൾ ഇതുവരെ തയ്ച്ചില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു നൈറ്റ് തയ്ക്കുന്നത്. ഞാൻ തയ്യലൊന്നും അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ലാട്ടോ നൈറ്റ് തയ്ക്കാൻ. ഞാൻ ഇപ്പോൾ യൂട്യൂബ് നോക്കിയാണ് ഇപ്പോൾ ഈ നൈറ്റ് തയ്ച്ചെടുത്തത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് തയ്ച്ചിങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ താണ്ടെ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. എന്തായാലും 2-3 ദിവസത്തെ കഷ്ടപ്പാടാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു നൈറ്റ് തയ്ക്കാനെങ്കിൽ 2-3 ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കെന്താ വെച്ചാൽ ഓരോ ദിവസങ്ങളിലും കിട്ടുന്ന കുറച്ച് സമയം യൂസ് ചെയ്തിട്ടാണ് ഞാനിത് തയ്ക്കണത്. ഇപ്പോൾ ഇന്നാണെങ്കിലും ഈ ഒരു വീഡിയോയിലാണെങ്കിലും ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ തയ്ച്ച് കഴിയുന്നത്. അപ്പോൾ ഞാൻ താണ്ടെ ഏട്ടൻ അവിടെ ഇരിക്കണ്ടായിരുന്നു ഫോണിൽ പണിതുകൊണ്ട്. അപ്പോൾ ഏട്ടനെ കൊണ്ട് കാണിച്ച് പട്ടിഷോ കാണിക്കാനാണ് ഈ കാണുന്നത്. അപ്പോൾ ഏട്ടനോട് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനും പറഞ്ഞു നല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു സന്തോഷം. നീ ഇത് ആർക്ക് കൊടുക്കാൻ അതിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മമ്മിക്ക് കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഓർഡറിന് നമ്മൾ നൈറ്റ് റീസെല് ചെയ്തൊക്കെ വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നോട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു നൈറ്റ് സ്വന്തമായിട്ടൊന്ന് തയ്ച്ച് നോക്കണമെന്ന്. അപ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് ടൈം തയ്ച്ചപ്പോൾ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്ത വേറൊരു ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.